ഞാൻ അസംബ്ലി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ പറയുന്നതാണ് 2 ട്രില്യൺ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പക്ഷെ ഇന്നലെ വന്ന ഏജിയുടെ കണക്ക് 26,000 കോടി രൂപ ചെലവാക്കിയ മാർച്ച് മാസത്തിൽ പിന്നെ ഇതിന്റെ 100 കോടി രൂപ എടുത്ത് മാറ്റിവെക്കുവോ? 26,000 കോടി രൂപയാണ് മാർച്ച് മാസത്തിൽ ഏകദേശം. സംസ്ഥാന ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത്. കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്ത് നമ്മുടെ സംസ്ഥാനം ഒരു 2 ട്രില്യൺ റുപ്പീസ് എക്കോണമി ആയെന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കാനും അങ്ങനെ ആയിട്ടില്ലെന്ന് സ്ഥാപിച്ചെടുക്കാനുമായിരുന്നു പ്രതിപക്ഷവും പിന്നെ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എ.ജിയുടെ റിപ്പോർട്ട് വന്നു. എ.ജി റിപ്പോർട്ട് പ്രകാരം 1,71,000 കോടി രൂപയാണ് ടോട്ടൽ സംസ്ഥാനത്തിൻ്റെ ചെലവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രില്യണിലോട്ട് സംസ്ഥാനം അടുത്ത് കഴിഞ്ഞു. അടുത്ത ബജറ്റോടുകൂടി സംസ്ഥാനം 2 ട്രില്യണിലെത്തും. അതുതന്നെയാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. അന്ന് കളിയാക്കിയവരൊക്കെ ഇപ്പോൾ എവിടെ എന്നാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെ നോക്കി സംസാരിക്കുന്നത്. അതുമാത്രമല്ല, പദ്ധതി വിധം മാറ്റി ചെലവഴിക്കുന്ന വാർത്തകളെക്കുറിച്ചും അതിന് വ്യക്തമായ മറുപടി മന്ത്രി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു വ്യാജ വാർത്ത വന്നത്. ലോകബാങ്കിൻ്റെ സഹായം സംസ്ഥാനം വകമാറ്റി ചെലവഴിക്കുന്നത്. എന്നാൽ ലോകബാങ്കിൻ്റെ സഹായമൊന്നുമില്ല, എല്ലാം സംസ്ഥാനം എടുക്കുന്ന ബോറോയിങ് തന്നെയാണ്. അത് സംസ്ഥാനത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാമെന്നും മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്. തിരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് എടുക്കുന്നത്, സഹായങ്ങളൊന്നുമില്ലെന്നും മന്ത്രി പറയുന്നുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ഗവൺമെന്റിന്റെ മാർച്ചിലെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പണം എടുത്ത് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് സാധാരണ. നിങ്ങൾ വിചാരിക്കും ലൈഫ് മിഷന്റെ ഒരു പോക്കറ്റ് ഒരു പൊതിയിലിങ്ങനെ വെച്ചു, പിന്നെ വേറെ ഒന്നും വന്നൊരു പൊതിയിലിങ്ങനെ വെച്ചു, അങ്ങനെയൊന്നുമല്ല. അവിടെ വരുന്ന പണം, ആകെ വരുന്ന പണം ചിലപ്പോൾ ഈ മാർച്ച് മാസം അവസാനം ഒന്ന് റെസ്യൂം ചെയ്യുമെന്നൊക്കെ പറയുന്ന ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അന്നേരം കൊടുക്കത്തില്ല, ഏപ്രിൽ ആദ്യം കൊടുക്കും. നോക്കിയാലറിയൂ. ഞാനതിന്റെ ഇന്ന് വേറൊരെണ്ണം കണ്ടു, കഴിഞ്ഞ ദിവസം വേറൊരെണ്ണം വാർത്ത കണ്ടു. ഞാൻ ഇതിന്റെ അത്ര ഡീറ്റെയിൽസ് ഇല്ല. ഇത് സാധാരണഗതിയിൽ റുട്ടീനായിട്ട് തന്നെ അവിടെ നിന്ന് ചെയ്തു പോകുന്നതാണ്. ഏറ്റവും കൂടുതൽ ലൈഫ് മിഷന് പണം മാറ്റി വെച്ചിട്ട് ഈ വർഷത്തെ വെച്ചിട്ട് 1,700 കൂടെ വെച്ചത്. എന്ന് മാത്രമല്ല, എ.ജിയുടെ കണക്കിന്നലെ വന്നതനുസരിച്ച് 1,71,000 കോടി രൂപ നമ്മളിപ്പോൾ ചെലവാക്കിയതാണ്. ഞാൻ അസംബ്ലി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ പറയുന്നതാണ് 2 ട്രില്യൺ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പക്ഷെ ഇന്നലെ വന്ന എ.ജിയുടെ കണക്കിൽ എ.ജി കൊടുത്ത പ്രാഥമിക കണക്കനുസരിച്ച് 1,71,000 ചെലവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കനുസരിച്ച് 1,71,000 വരുമ്പോൾ, അതായത് ഇതിന്റെ ഒരു കണക്ക് സെറ്റ് ചെയ്യുമ്പോൾ 1,75,000 കോടിക്ക് അടുത്തേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 1,71,000 കോടി കഴിഞ്ഞ വർഷത്തേക്കാളും 12,000 കോടി അധികം ചെലവാക്കിയെന്നാണല്ലോ CNAG തന്നെ പറഞ്ഞേക്കുന്നത് പ്രാഥമിക കണക്ക്. അപ്പോൾ പണം ചെലവാക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും ഒരു ആശങ്കയുടെ കാര്യം ഇതൊന്നും അങ്ങനെ എടുക്കുകയൊന്നും അല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു വിശദമായൊരു പ്രസ് കോൺഫറൻസ് അടുത്ത ദിവസം തന്നെ വിളിക്കാം. കാരണം എന്നാലേ നമുക്ക് ഈ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലാക്കണം. ഇത്രയും വലിയ ഗ്രോത്ത്, ഇത്രയും പ്രതിസന്ധി ഉള്ളപ്പോൾ എ.ജിയുടെ കണക്കിനകത്ത് ഒരു കാര്യമുണ്ട്. 33,000 കോടി രൂപ ഇവരെ പറയാ 33,000 കോടി രൂപയായിരുന്നു 2021 നമുക്ക് 21-22 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാന്റ്. പലതരം ടാക്സിന്റെ ഈ ഡിവിസിബിൾ പൂളിൽ നിന്നല്ലാതുള്ളതാണ് നമ്മൾ ഗ്രാന്റ് എന്ന് പറഞ്ഞത്. 33,000 കോടി കിട്ടിക്കൊണ്ടിരുന്ന ഈ വർഷം കിട്ടുന്ന 6,000 കോടിയാണ്. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾക്കും എനിക്കും എല്ലാം കൂടെ കിട്ടേണ്ട 27,000 കോടി ഇല്ല. 3 വർഷം കൊണ്ട് കുറച്ചു. പിന്നെ ബോറോയിങ് കുറച്ചു, ടാക്സ് പെർസെന്റേജ് കുറച്ചു, എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഇൻകം വലിയ തോതിൽ വർദ്ധിച്ചിട്ടാണ് നമ്മൾ ഇത്ര എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അത് ചിലപ്പോൾ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പിന്നെ പണം ചെലവായിട്ടുണ്ടെങ്കിൽ അത് ഈ മാർച്ച് മാസം കഴിയുമ്പോൾ സാധാരണ ഏപ്രിൽ മാസം ആദ്യം കൊടുക്കുന്നതാണ്. അതൊന്നും സാങ്കേതികമായിട്ടൊന്നും ബാധിക്കുന്നതല്ല. ബഡ്ജറ്റ് വെച്ചതിനേക്കാളും കൂടുതൽ പണം കൊടുക്കുകയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ കുറവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടേ പറഞ്ഞത് ഇപ്പോഴത്തെ 3 വർഷങ്ങളിലുള്ളതിനേക്കാളും വലിയ വർധന ഉണ്ടാവില്ല. അത് അങ്ങനത്തെ കോൺഫിഡൻസോടുകൂടിയാണല്ലോ ഞാൻ നിയമസഭ പറയുന്നത്, ഇവിടെ പറയുന്നത്. നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ കിട്ടാനുള്ള പണം കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നുള്ളതാണ്. അത് കുറവുണ്ടാവില്ല. ഈ പറഞ്ഞ ലൈഫ് മിഷൻ വെച്ചേക്കുന്നതും വലിയ കാര്യങ്ങളൊന്നും ആ അനുവദിച്ച് അലോട്ട് ചെയ്ത പണത്തിൽ കുറവ് വരില്ല. ഇല്ല, കേരളയുടെ ബാങ്ക് കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞിരുന്നു, നിങ്ങളെ കണ്ടപ്പോഴേ കേസെടുത്ത് വെച്ച് മുന്നിൽ വെച്ചാണ് കണ്ടത്. കമ്മിറ്റി കഴിഞ്ഞത് കേരളയുടെ പണം വാസ്തവത്തിൽ മാർച്ച് മാസം വന്നത് ഏപ്രിൽ മാസം, അത് ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ അത് അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞു. ലോകബാങ്കിന്റെ സഹായം ഒന്നുമില്ല നമുക്ക്. നമ്മൾ ബോറോയിങ് ആണ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബോറോയിങ് ആണ്. ആ ബോറോയിങ് നമ്മൾ എടുക്കുന്നു, അത് ബന്ധപ്പെട്ട വകുപ്പുകൾ കൊടുക്കുന്നു, നമ്മൾ തന്നെ തിരിച്ചടയ്ക്കുന്ന പണമാണ്.
അപ്പൊ അതിനകത്ത് ആ പണം പോയിട്ടുണ്ട്. അതിനകത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പോ ലോകബാങ്ക് ഇവിടെ പരിശോധിക്കാൻ വരുന്നു. ലോകബാങ്ക് പോലെ ചർച്ചയ്ക്കും വരുന്നതായിരിക്കും, അല്ലാതെ ഇത് സൗജന്യമൊന്നും അല്ല. നമ്മളെടുത്തേക്കുന്ന ലോണാണ്. ആ ലോൺ ഞാനീ പറഞ്ഞതാണ്, നിങ്ങളുടെ പോക്കറ്റില് 1000 രൂപ വെച്ചേക്കുമ്പോ 100 രൂപ ഇതിന് 100 രൂപ പെട്രോൾ അടിക്കാനുള്ള പൈസ ഇന്ന് പെട്രോൾ അടിച്ചില്ല, നാളെ പെട്രോൾ അടിക്കത്തുള്ളൂ. ആ 100 രൂപ ചെലവായി പോയി. വേറൊരു 100 രൂപ നോട്ടാന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ ഈ പറഞ്ഞ കാര്യം. ഇത് പറഞ്ഞാൽ അവിടെ നിന്നുള്ള അക്കൗണ്ടിന്റെ പാക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി, ഇവിടെ നിന്നുള്ള അക്കൗണ്ടിന്റെ പാക്കറ്റ് എടുത്ത് അങ്ങോട്ട് മാറ്റി. അങ്ങനൊന്നും കാര്യമില്ല. ഇത് കൊടുക്കാനുള്ള പണം നമ്മള് ഈ മാർച്ച് അവസാനം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ കൊടുക്കും. അത് വെറും സിമ്പിൾ അക്കൗണ്ടിങ് കാര്യം മാത്രമാണ്. 26,000 കോടി രൂപ ചെലവാക്കിയ മാർച്ച് മാസത്തിൽ പിന്നെ ഇതിന്റെ 100 കോടി രൂപ എടുത്ത് മാറ്റി വെക്കുവോ? 26,000 കോടി രൂപയാണ് മാർച്ച് മാസത്തിൽ ഏകദേശം ചെലവ്.